ലൈംഗികാതിക്രമ കേസിൽ പിടിയിലായ പ്രജ്വൽ രേവണയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ പക്ഷേ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല. ഇരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണയ്ക്ക് നോട്ടീസ്. വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഒരുപാട് അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ് ഈ കേസിൽ. ഇപ്പോഴും തെളിവുകളൊന്നും ദൃശ്യങ്ങളായി ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ക്ലൗഡിൽ അന്വേഷിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നു എന്നും നമുക്ക് റിപ്പോർട്ടുണ്ടല്ലോ. ഇപ്പോൾ അമ്മയെ കൂടി ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയാവും അതിന്റെ പോക്ക്? മോത്തി, ഏറ്റവും വലിയ ആശങ്ക തെളിവുകൾ നശിക്കപ്പെടാനുള്ള ഒരു സാധ്യത അത് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രജ്വലിന്റെ കൈവശം ഇന്നലെ ഈ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറയപ്പെടുന്ന ആ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. മറ്റ് 2 മൊബൈൽ ഫോണുകൾ ലഭിച്ചിരുന്നു. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ക്ലൗഡ് അക്കൗണ്ട്, ജിമെയിൽ അക്കൗണ്ട് എന്നിവയെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കും നിർണായകമായത് എന്നാണ് SITയുടെ ഒരു വിശ്വാസം. പ്രജ്വലിനെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 8 മണിക്കൂറോളം ഇതുവരെ നീണ്ടു. അതിനുശേഷം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. വൈകാതെ തന്നെ കോടതിയിൽ, ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. അവിടെ ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും പ്രജ്വലിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യപ്പെടാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരകൾക്കൊപ്പമാണ് കർണാടക സർക്കാരും പോലീസും എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സന്ദേശം നൽകുന്നതിന് വേണ്ടി 5 വനിതാ പോലീസുകാരാണ് പ്രജ്വലിനെ അറസ്റ്റ് ചെയ്ത് ഇന്നലെ CID ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. ചോദ്യം ചെയ്യലിലും വനിതകൾ ഉണ്ട് എന്നാണ്, വനിതാ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഇരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസിൽ പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണയ്ക്ക് ഇപ്പോൾ ഹാജരാവാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാളെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാവാനാണ് നോട്ടീസ്. ഇപ്പോൾ വരുന്ന പുതിയൊരു വാർത്ത,